കേരളത്തെ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പിടിയിലായ ചെന്താമരയുടെ ഹിറ്റ് ലിസ്റ്റിൽ 3 പേർ കൂടി. ഭാര്യയെയും പോലീസ് ഉദ്യോഗസ്ഥനെയും അയൽവാസിയെയും കൊല്ലാൻ ചെന്താമര പദ്ധതിയിട്ടു. ചെന്താമര പിടിയിലായെങ്കിലും ഭയം വിട്ടുമാറിയിട്ടില്ലെന്ന് ചെന്താമര ഭീഷണിപ്പെടുത്തിയ അയൽവാസി പുഷ്പ 24-നോട് പറഞ്ഞു. പോത്തുണ്ടിയിൽ നിന്ന് വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പോത്തുണ്ടിക്കാരെ സംബന്ധിച്ച് ഇനിയും തിരിച്ചു വരുമോ എന്നുള്ളൊരു പേടി, കാരണം ഇനിയൊരു ജാമ്യത്തിൽ ലഭിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഭീഷണിയൊക്കെ ഞങ്ങൾക്കുണ്ടാകില്ലേ എന്നൊരു ചോദ്യമാണ് ഇവിടെയുള്ള ഈ പുഷ്പ ചേച്ചി ചോദിക്കുന്നത്. അവരുടെ സ്വന്തം വീട് ഇപ്പോൾ ഈ മരിച്ച സുധാകരൻ്റെയൊക്കെ വീടിൻ്റെ തൊട്ട് അടുത്താണ്. പക്ഷേ ഇപ്പോൾ അവർ അവിടെയല്ല ഇരിക്കുന്നത്, കാരണം തൊട്ട് അടുത്തുള്ള അയൽവാസിയുടെ ഒരു വീട്ടിലാണ്. കാരണം അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പോലും പേടിയാണ്. അവർക്ക് സ്വന്തം വീട്ടിൽ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ പോലും പേടിയാണ്. ചെന്താമര പിടിയിലായി എന്നുണ്ടെങ്കിലും ആ ഉണ്ടാക്കിയ ആഘാതം അവരെ വിട്ട് ഇപ്പോഴും പോയിട്ടില്ല. പുഷ്പേച്ച് നമ്മോടൊപ്പം ഒന്നുകൂടി ചേരുകയാണ്. അപ്പോൾ ഇനിയും വരുമെന്നുള്ളൊരു പേടിയാണോ ഈ ആശുപത്രി? ഒരു പേടിയുണ്ട് എനിക്ക്. നീ അയാളെ വരും, നീ ഇവർ ജാമ്യത്തിലെടുക്കും, നീയും വരും, നീ വന്നാൽ പറയും നിങ്ങൾ കോർട്ടിക്ക് പോയിക്കോളി, സുരക്ഷിത തരാൻ പറ്റില്ല, അയാൾക്ക് ഞങ്ങൾ കാലാകാല ജീവിതപര്യന്തം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഇവർ പറഞ്ഞാൽ തന്നെയാണ് ആ ചേച്ചി മരിച്ചപ്പോഴും. ഇപ്പം 5 വർഷത്തിൽ 6 വർഷത്തിൽ ഇനിയും 2-3 വർഷം കഴിയുമ്പോൾ അവനെങ്കിലും പണം കൊണ്ട് കൂട്ടുമ്പോൾ ഇവർ ഇറക്കും. അവർ ഗുണ്ട സംഘങ്ങൾക്ക് ഇറക്കുകയാണെന്ന് പറയുന്നു, ചിലവർ പറയുന്നു പാർട്ടി ഇടപെട്ടിട്ടാണെന്നൊക്കെ. എങ്ങനെ അയാൾ ഇറങ്ങി ഇപ്പോൾ 2 എണ്ണത്തിന് കൊന്നോ അതുപോലെ ഇയാൾ ഇറങ്ങും. എന്ത് പറഞ്ഞാലും ശരി, ഞാൻ സമ്മതിക്കില്ല. അയാൾ ഇറക്കില്ല എന്നൊരിക്കലും ഞങ്ങളുടെ കണ്ണിൽ കാണില്ല. ഞങ്ങൾ പറയാനില്ല, ഞാൻ പറയില്ല. ഞാൻ കാണും, എൻ്റെ വീട്ടിൻ്റെ മുമ്പിലല്ലേ. ഞങ്ങൾ പിന്നെ എവിടെയെങ്കിലും മാറി താമസിക്കണം. ഞങ്ങൾ മാറാൻ പോവുകയാണ്, ഞങ്ങൾ എവിടെയെങ്കിലും പോകണം, തമിഴ്നാട് എവിടെയെങ്കിലും പോയി കൊച്ചിനെയും കൊണ്ട്. പിള്ളേർ ഞങ്ങളുടെയൊക്കെ ഭാവി ഇതായിപ്പോയി. പേടിയോണ്ട് ഇവിടുന്ന് മാറി താമസിക്കാനാണോ ചെയ്യണം? ഞങ്ങൾ എന്താ ചെയ്യണം പറയേ? ഞങ്ങൾക്ക് എന്ത് സുരക്ഷിത ഉണ്ട്? ഞങ്ങൾ ആരും ഇതാക്കും. ഞങ്ങളുടെ അയൽവാസികൾ ഇപ്പോൾ 3 അവർ 2 വഴിക്കാരും പോയി. ഇനിയിപ്പോൾ അവിടെ ആരുമില്ല. അവിടെ കുട്ടികൾ വരുമോ? ഒരു കുട്ടീനെ കെട്ടിച്ച്, ഒരു കുട്ടി ചെറിയൊരു കുട്ടിയാണ്, 10-17 വയസ്സായി. അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, അച്ഛമ്മയും ഇല്ല. ഇനിയിപ്പോൾ ഈ വീട്ടിൽ വന്നാൽ കുട്ടി താമസിക്കുമോ? കുട്ടി എങ്ങനെ ഒറ്റയ്ക്ക് വരും? അയാൾ വന്നതോട്ട് ആ കുട്ടി 2 പ്രാവശ്യം വന്ന് അപ്പം തന്നെ വണ്ടിയും കൊണ്ട് പോയി. ഇനിയിപ്പോൾ എങ്ങനെ വരും? എങ്ങനെ ഒരു ഇതാണ്, എങ്ങനെ ഒരു സംരക്ഷണം? പെൺകുട്ടിയാണ്, ആൺകുട്ടിയാണ്. പോലീസിൽ പറഞ്ഞപ്പോഴാണ് കോർട്ടിലേക്ക് പോകാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും ഈ പിടിയിലായതിൽ ഒരു ആശ്വാസം കാണുന്നില്ല? എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ പറയാൻ തീർച്ചയായിട്ടും എനിക്കൊരു ആശ്വാസമില്ല. എന്ത് ആശ്വാസത്തിൽ ഞങ്ങൾ ഇരിക്കുന്നത്? നീയും വിട്ടാലും അയാൾ കൊന്നിട്ട് പോകും. നീ പറയണ്ടല്ലോ, അയാൾ ഇന്നലെ പറഞ്ഞല്ലോ, നീ 2 കൂടി ഞാൻ കൊന്നിട്ട് എനിക്ക് ആ 2 കൂടി കൊന്നതാണെങ്കിൽ തൃപ്തിയായത് തന്നെയാണ്. എന്താ മനുഷ്യ ജീവിതം? ഭാവവ്യത്യാസവും ഇല്ല. നിങ്ങൾ കണ്ടില്ലേ ഇന്നലെ TV? ഭാവവ്യത്യാസം ഇത്തിരിയെങ്കിലും ഒരു കുറ്റബോധം. പാവം അമ്മൻ്റെ പ്രായമല്ല, അവരുടെ അമ്മയും അത് 16-70-75 വയസ്സായ അമ്മയില്ലേ? ഈ അമ്മൻ്റെ ഒരു പ്രായം ചിന്തിച്ചോ? പറയും പിന്നെന്ത് കുറ്റബോധം ഇയാൾക്കുണ്ടാകണത്? അതാണ് ചെന്താമരയുടെ അയൽവാസി പുഷ്പ പറയുന്നത്. ഇപ്പോഴും ആശ്വാസമില്ല. അയാൾ ഇനിയും പുറത്തിറങ്ങിയാൽ തങ്ങളെയൊക്കെ കൊല്ലും എന്നുള്ള ഭീതി അവർക്കുണ്ട്. അതാണ് വിപിൻ സി വിജയനോട് അവർ പങ്കുവച്ചത്.